എൻ്റെ ഒരു ശിഷ്യയായിട്ടുള്ള ഹൗല വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നത്, അല്ല ഇങ്ങനെ ഇരുന്നാൽ പറ്റുമോ, നമുക്കൊരു വിവാഹമൊക്കെ ആവണ്ടേ? റസൂൽ പറഞ്ഞു ആലോചിക്കാം. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്ത് അബൂബക്കറിൻ്റെ മകൾ ആയിഷ അങ്ങേക്ക് പറ്റിയ ഒരു കൂട്ടാണ്, അന്വേഷിക്കാമല്ലോ. എന്നാൽ നീ അന്വേഷിക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞു. അങ്ങനെ ഹൗല അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞാനിങ്ങനെ പ്രവാചകൻ്റെ അടുത്ത് നിന്നാണ് വരുന്നത്, ആയിഷയെ വിവാഹം ചെയ്യാൻ അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അയ്യോ, ആയിഷയ്ക്ക് വേറെ കല്യാണം ഉറപ്പിച്ചല്ലോ. ആയിഷയ്ക്ക് മക്കയിലെ ഖുറൈശി നേതാവായിട്ടുള്ള അബൂഹദാഫയുടെ മകനുമായിട്ട് വിവാഹബന്ധം ഉറപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വിവാഹാന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണത്. അപ്പോൾ ഹൗല തിരിച്ചു പോയി. അപ്പോഴാണ് ഈ പിന്നെ അബൂഹദാഫയും ഭാര്യയും കൂടി വീട്ടിലേക്ക് കയറി വരുന്നത്. അതായത് പറഞ്ഞു വെച്ചിരിക്കുന്ന പുതിയാപ്പിളയുടെ അച്ഛനും അമ്മയും കൂടി വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് വന്നിട്ട് പറയുന്നു, നമ്മളെല്ലാം ഉറപ്പിച്ച് വെച്ചതാണല്ലോ, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, വിവാഹം ചെയ്താൽ നിങ്ങളുടെ മകൾ ഞങ്ങളുടെ മതത്തിലായിരിക്കും. അവർ ഖുറൈശികളാണ്, നിങ്ങളുടെ മകൾ ഞങ്ങളുടെ മതത്തിലായിരിക്കും, ഞങ്ങളുടെ മതാചാരപ്രകാരം ജീവിക്കണം. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അത് നടപ്പില്ല, അവൾക്ക് അവളുടെ സ്വാതന്ത്ര്യം, അവളുടെ ഇഷ്ടമൊക്കെ ഉണ്ട്. അങ്ങനെ അവർ തമ്മിൽ തർക്കത്തിലായി, ആ ഉടമ്പടി പിൻവലിച്ചു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് വന്ന് ഹൗലയോട് പറയാണ്, പിന്നെ വാക്ക് ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു, അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു, ഇനി നമുക്ക് ഈ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെയാണ് ആയിഷയെ പ്രവാചകൻ വിവാഹം ചെയ്യുന്നത്. ആയിഷയെ വിവാഹം ചെയ്യുന്ന സമയത്ത് നബി 2 വിവാഹമേ ചെയ്തിട്ടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒന്ന് ഖദീജ ബീവി, പിന്നൊന്ന് മാരിയ ബീവി ഈജിപ്ഷ്യൻ കോപ്റ്റിക് ക്രിസ്ത്യനായിരുന്നു. അവർ ക്രിസ്ത്യനായിട്ട് തന്നെയാണ് ജീവിച്ചതും മരിച്ചതൊക്കെ കേട്ടോ. ഈ 2 വിവാഹത്തിലാണ് നബിക്ക് മക്കളുള്ളത്. ഖദീജ ബീവിയിൽ 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും, അബ്ദുള്ള, ഖാസിം, ഫാത്തിമ. മാരിയയിൽ ഇബ്രാഹിം. പിന്നെ നബിയുടെ മക്കളായിട്ട് അറിയപ്പെടുന്ന സൈനബ്, ഉമ്മു കുൽസൂം, റുഖിയ എന്നിവരൊക്കെ ഖദീജ ബീവിയുടെ മക്കളാണ്. നബിയുടെ മക്കളായിട്ട് തന്നെയാണ് നബി അവരെ കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവർ നബിയുടെ മക്കളാണെന്ന് അറിയപ്പെടുന്നു. അത്രയേ ഉള്ളൂ. ഈ 2 ഭാര്യമാരെ ഉണ്ടായിട്ടുള്ളൂ. അതിനിടയിൽ നബി വിവാഹം ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ, ഈ കഥകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതിലൊന്നും നബിക്ക് മക്കളുണ്ടായിട്ടില്ല. അതിൽ തന്നെ വ്യക്തമാണല്ലോ അവരൊന്നും ഭാര്യമാരായിരുന്നില്ല എന്നുള്ളത്. നബിയുടെ കൂടെ കൂടിയ നബിയുടെ പ്രിയപ്പെട്ട ശിഷ്യകളായിരുന്നവരൊക്കെ നബി പറയുന്നതൊക്കെ എഴുതിയെടുക്കാനും ജിജ്ഞാസുക്കളായി നബിയിൽ നിന്ന് അറിവുകൾ നേടാനും വേണ്ടി പ്രവാചകനോടൊപ്പം ജീവിച്ച ഒരു ഗുരുവായി കണ്ട് പ്രവാചകന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത ആളുകളായിരുന്നു അവരൊക്കെ. നബിക്ക് പുരുഷന്മാരായിട്ട് ധാരാളം ആളുകൾ ശിഷ്യന്മാരുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ പുരുഷന്മാർ മാത്രമാണ് നബിക്ക് ശിഷ്യന്മാരായിട്ടുള്ളത്, സ്ത്രീകളും ഇല്ലേ? പ്രവാചകന്റെ കൂടെ ശിഷ്യന്മാരായിട്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണാമല്ലോ. ഉമ്മു സലമ ബീവിയെ കുറിച്ചൊക്കെ ഹദീസിൽ പ്രവാചകൻ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉമ്മു സലമ ചോദ്യങ്ങൾ ചോദിക്കാൻ മടിയില്ലാത്തവളാണ്. അതുപോലെ മദീന സ്ത്രീകളെ കുറിച്ച് നബി പറഞ്ഞിട്ടുണ്ട്, അവര് ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്, അറിയാൻ ആഗ്രഹമുള്ളവരാണ്, പ്രവാചകന്റെ മുന്നിൽ വന്നിരിക്കുമായിരുന്നു. ഇതൊക്കെ പ്രവാചകന്റെ ശിഷ്യന്മാരല്ലേ? എല്ലാ പ്രവാചകന്മാർക്കും ശിഷ്യകളുണ്ടായിരുന്നു, ശിഷ്യന്മാരുള്ളതുപോലെ തന്നെ ഗുരുക്കന്മാർ അങ്ങനെയാണല്ലോ. ഇപ്പൊ സ്റ്റേജിൽ കയറുന്ന പെൺകുട്ടിയെ പോലും ഇറക്കി വിടുന്ന ഒരു കാലം, അത് പ്രവാചകന്റെ മാതൃകയല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പൊ ഈ നബിയുടെ ശിഷ്യകളെയൊക്കെ ഭാര്യമാരാക്കുക എന്നുള്ളത് പിൽക്കാലത്തുള്ള രാജാക്കന്മാരുടെയും പൗരോഹിത്യത്തിന്റെയും ഒക്കെ ആവശ്യമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഈ പറയപ്പെട്ടവരൊക്കെയും പ്രവാചക ശിഷ്യകളായിരുന്നു.